പഞ്ചായത്ത് സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയെ നോക്കിക്കാണുന്നത്. മനുഷ്യരെ വല്ലാതെ പരീക്ഷിച്ചു കളഞ്ഞ അല്ലാഹു തആലയുടെ പരീക്ഷണമായി കടന്നു വന്ന കൊറോണ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം നമ്മുടെ മുമ്പാകെ കടന്നുപോയി. അതിനു മുമ്പ് ഈ കൊച്ചുദ്വീപിലേക്ക്, അവിടെ ജെട്ടിയുടെ പരിസരത്തുള്ള ആ കൊച്ചു പ്രദേശത്ത് നിന്ന് ഞാൻ 2 തവണകളായി ഈ ദ്വീപിൽ സംസാരിക്കാൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഇന്ന് കാണുന്നത് പോലെ ഒരു സദസ്സ് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ആ സംസാരം ഇവിടെ നടത്തുമ്പോ ഈ കൊച്ചുദ്വീപിൽ മസ്ജിദുർ റഹ്മ എന്ന് പറയുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഒരു ഭവനം പെട്ടെന്ന് ഉയർന്നു വരുമെന്ന് നാം പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എന്റെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 2 മിനിറ്റ് സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇന്നും ഓർക്കുകയാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് സംസാരിക്കുമ്പോ മുമ്പിൽ ഇരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. 2 ദിവസത്തെ സംസാരം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോ 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. കിൽത്താൻ ദ്വീപിലെ മനുഷ്യരെ, സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ കേട്ടത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അല്ല, നിങ്ങളുടെ മനസ്സുകളിൽ സംശയമുണ്ടെങ്കിൽ, ഇതാ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, അവിടേക്ക് നിങ്ങൾക്ക് വരാം, സൗഹൃദമായി നമുക്ക് സംസാരിക്കാം. ഞാൻ ഓർക്കുന്നു, 10-15 പേർ താമസിക്കുന്ന റൂമിന്റെ പരിസരത്തേക്ക്, റൂമിലേക്ക് വന്നു. കണ്ണു നനഞ്ഞുകൊണ്ട് ലോകരക്ഷിതാവായ റബ്ബിന്റെ വഹ്ദാനിയത്ത് അവർക്ക് മുമ്പിൽ ആവർത്തിച്ചു പറഞ്ഞു കൊടുക്കുമ്പോ, ഈ കൊച്ചുദ്വീപിൽ ഒരു മസ്ജിദുർ റഹ്മ ഉയരാനായിരുന്നു ആ സംസാരം. നിങ്ങളുടെ പരിശ്രമം, ഈ ദ്വീപുതല കൂട്ടായ്മയുടെ നേതൃത്വത്തിന്റെ പരിശ്രമമെന്ന് ഇപ്പോൾ അത് സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ്. അള്ളാഹു അതിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഈ ദ്വീപ് 2.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഈ ദ്വീപിന്റെ 3000-ലധികം വരുന്ന മനുഷ്യരെ നിങ്ങൾക്കുള്ള ഒരു കാരുണ്യത്തിന്റെ ഭവനമാണത്. ഏതെങ്കിലും ഒരു കൊച്ചു കൂട്ടായ്മക്ക് വേണ്ടിയുള്ളതല്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ എത്രയോ ഭവനങ്ങളിൽ ഇതാ ദൂരെ കിടക്കുന്ന കിൽത്താനിന്റെ ഈ മണ്ണിൽ ഔദ്യോഗികമായി ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ മസ്ജിദുർ റഹ്മ കിൽത്താനിലെ മനുഷ്യരെ നിങ്ങൾക്കെല്ലാവർക്കുമുള്ളതാണ്. അള്ളാഹുവിന്റെ കലാമ് പഠിക്കാൻ ആഗ്രഹമുള്ളവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന തങ്ങളുടെ നിത്യജീവിതത്തിൽ വചനാമൃതങ്ങളെ ചെവികൊള്ളാൻ ആഗ്രഹമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഹാർദമായി മനസ്സറിഞ്ഞ് ആ പള്ളിയിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. ഈ ദ്വീപിൽ ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളി വേറിട്ട് നിൽക്കുന്നു എന്നിവിടെ പറഞ്ഞു. അത് റബ്ബിന് മാത്രം സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാണ്. അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രമാണ്. അവന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യാനുള്ള ഭവനമാണ്. ഈ കൊച്ചുദ്വീപിലേക്ക് വെളിച്ചം വാരി വിതറാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭവനമാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംശയമുള്ളവർക്ക് അള്ളാഹുവിന്റെ ഖുർആൻ വെച്ച്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് വെച്ച് നിങ്ങൾക്ക് അതിന്റെ നിജസ്ഥിതികളെ പറഞ്ഞു തരാനുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹമായി കിട്ടിയ കൊച്ചു ഭവനമാണ്. നിങ്ങൾ വരണേ, സന്ദർശിക്കണേ, അടുക്കണേ, അന്വേഷിക്കണേ, പഠിക്കണേ, ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ റബ്ബിന്റെ വഹ്ദാനിയത്ത്, അതിന്റെ പ്രബോധനമാണ് ഈ പ്രസ്ഥാനം മുന്നിൽ കാണുന്നത് എന്ന് ആവർത്തിച്ചു പറയേണ്ട ആവശ്യമില്ല. എന്നാൽ മനുഷ്യന്റെ ജീവിതവുമായി തൊട്ടു നിൽക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാതെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രബോധന മേഖലയും കടന്നുപോയിട്ടില്ല. ഇല്ല. വൈജ്ഞാനിക രംഗത്ത് വർഗീയവൽക്കരണം നടന്നപ്പോ അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിന് പ്രത്യേക ക്യാമ്പയിൻ പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, അല്ലേ? അങ്ങനെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ ഖുർആൻ വെച്ചുകൊണ്ട്, തിരുസുന്നത്ത് വെച്ചുകൊണ്ട് മനുഷ്യരെ നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക്, നീതിയിലേക്ക്, സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക് ക്ഷണിക്കാൻ, അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഇതാ ഞങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരാണ് എന്ന അർത്ഥത്തിൽ, ഏതെങ്കിലും അർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരില്ല. അവരോടൊപ്പം അലിഞ്ഞു ചേർന്ന് അവരോടൊപ്പം ഒരു പ്രവർത്തകന്മാരായി നാളെ
ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യകുലത്തിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്ന് പറയുന്ന പൂങ്കാവനത്തെ കാംക്ഷിച്ചുകൊണ്ട് ആ സ്വർഗപ്രാപ്തിയും കത്തിച്ചൊലിക്കുന്ന അഗ്നികുണ്ടാരമാകുന്ന ജഹീമെന്ന, ജഹന്നമെന്ന, ലള എന്ന, ഹുത്തമ എന്ന, വൈൽ എന്ന, സഖർ എന്ന, അന്നാർ എന്ന വ്യത്യസ്ത പേരുകളിൽ പരിചയപ്പെടുത്തുന്ന ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ അധ്യക്ഷൻ തന്റെ കൊച്ചു സംസാരത്തിൽ പറഞ്ഞത്. ഈ കിൽത്താൻ ദ്വീപിലെ മനുഷ്യരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് മനുഷ്യരെ നമ്മൾ ആരും ആപതിച്ചു പോകരുത് എന്ന മോഹമാണ്, അഭിലാഷമാണ്, ആഗ്രഹമാണ് ഞങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. അതേ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രവേശിക്കണം. ആ സ്വർഗപ്രാപ്തി, ആ മോഹമാണ്, ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ അർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിപ്പിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.